കഴക്കൂട്ടത്ത് ഹോസ്റ്റലിൽ കടന്നു കയറി യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയെ പിടികൂടി. തമിഴ്നാട്ടിലെ മധുരയിൽ നിന്നാണ് പ്രതി പോലീസിന്റെ വലയിലായത്. ട്രക്ക് ഡ്രൈവറായ പ്രതിയെ അതിസാഹസികമായാണ് പോലീസ് കീഴ്പ്പെടുത്തിയത്. മോഷണത്തിനായാണ് ഹോസ്റ്റലിൽ കയറിയത്. പ്രതിയെ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. മുഖം മറച്ചാണ് ഇയാളെ കൊണ്ടുവന്നത്. DCPയുടെ പ്രതികരണം ആദ്യം കേൾക്കാം. നമുക്ക് പ്രാഥമികമായിട്ട് ഒരു ഇൻഫർമേഷനും അക്യൂസിനെ പറ്റി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഒഫൻസ് നടന്നിരുന്ന സ്ഥലം കേന്ദ്രീകരിച്ച് നമ്മുടെ CCTV ക്യാമറ 50-ലധികം ക്യാമറാസും മറ്റ് വാഹനങ്ങളുടെ മൂവ്മെന്റ് എല്ലാം ട്രാക്ക് ചെയ്തിട്ടാണ് നമ്മൾ പ്രതിയിലേക്ക് എത്തുന്നത്. പ്രതിയെന്ന് സംശയിക്കുന്ന ആളിലേക്ക് നമ്മൾ ഇന്നലെ തന്നെ പ്രതിയെന്നൊരു സംശയിക്കുന്ന ആളിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും പിന്നീട് അയാളുടെ മൂവ്മെന്റ് നമ്മൾ ട്രാക്ക് ചെയ്തിട്ടാണ് ഇന്ന് നമ്മുടെ കസ്റ്റഡിയിലേക്ക് ആളെ കൊണ്ടുവരുന്നത്. ആള് നമ്മുടെ കയ്യിലുള്ള എവിഡൻസുകൾ മാച്ച് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ സംശയം ബലപ്പെടുത്തുന്ന രീതിയിലാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത്. നിലവിൽ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം പ്രതി മാച്ച് ചെയ്തിട്ടേക്കുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കൂടുതലായിട്ട് അന്വേഷിച്ച് ബാക്കി ശാസ്ത്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി അന്വേഷിച്ചതിന് ശേഷം അനന്തകൃഷ്ണനുടെ വിശദാംശങ്ങളുമായി. അനന്തൻ, തിരുവനന്തപുരത്ത് കഴക്കൂട്ടം എന്ന് പറയുന്ന സ്ഥലം ഒരു രാത്രിയിലും ഉറങ്ങാത്ത സ്ഥലമാണ്. അത്രയും അധികം ആളുകൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ഒരു വനിതാ ഹോസ്റ്റലിൽ കയറി ഒരു പെൺകുട്ടിയോട് അതിക്രമം കാണിക്കുക, ശേഷം അയാൾ രക്ഷപ്പെട്ടു പോവുക, പോലീസ് പിന്തുടർന്ന് പിന്നാലെ നടന്ന് പിടികൂടുക. ഇനിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇയാൾ കൊടും ക്രിമിനൽ എന്ന് ഉറപ്പിക്കാവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? അനശ്വര, തിരുവനന്തപുരത്തെ പ്രത്യേകിച്ച് തലസ്ഥാന നഗരത്തെ ഞെട്ടിച്ച സംഭവമാണ് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ കഴക്കൂട്ടത്ത് സംഭവിച്ചത്. തലസ്ഥാന നഗരത്തിന്റെ IT മേഖലയാണ് കഴക്കൂട്ടം. അവിടെ ഏറ്റവും കൂടുതൽ IT ജീവനക്കാരാണ് താമസിക്കുന്നത്. അങ്ങനെ താമസിക്കുന്ന ഒരു IT ജീവനക്കാരിയാണ് ഇപ്പോൾ ഈ പീഡനത്തിന് ഇരയായത്. ആ കേസിലെ പ്രതിയെയാണ് അതിസാഹസികമായി തിരുവനന്തപുരം സിറ്റി പോലീസ് തമിഴ്നാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്നത്. ഇന്ന് രാവിലെയോടെയാണ് പ്രതി യാത്രാമധ്യേ, ട്രക്ക് ഡ്രൈവറാണ് പ്രതി, യാത്രാമധ്യേ പോലീസിന്റെ വലയിലാകുന്നത്. അപ്പോൾ തന്നെ പോലീസ് അയാളെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചു. അയാളുടെ ഭാഗത്തു നിന്ന് പ്രതിരോധമുണ്ടായി. തമിഴ്നാട് പോലീസിന്റെ കൂടി സഹായത്തോടെ സാഹസികമായി അയാളെ കീഴ്പ്പെടുത്തി ട്രക്ക് സഹിതം തിരുവനന്തപുരത്തേക്ക് എത്തിക്കുകയായിരുന്നു. വൈകുന്നേരത്തോടെ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം ഉണ്ടാകുന്നത്. IT ജീവനക്കാരിയെ യുവതി ഹോസ്റ്റലിൽ സ്വന്തം മുറിയിൽ കിടന്നുറങ്ങുകയായിരുന്നു. അവിടേക്കാണ് ഈ ട്രക്ക് ഡ്രൈവർ എത്തിയത്. ഇയാൾ വാഹനം റോഡിൽ നിർത്തിയ ശേഷം മോഷണ ഉദ്ദേശത്തോടെയാണെന്നാണ് പോലീസ് അനുമാനിക്കുന്നത്. ഈ ഹോസ്റ്റലിനുള്ളിൽ കടക്കുകയായിരുന്നു. പക്ഷേ യുവതി ഫോൺ കണ്ടുകൊണ്ട് ഉറങ്ങിപ്പോയി. അതുകൊണ്ട് വാതിൽ കുറ്റിയിട്ടിരുന്നില്ല. അങ്ങനെയാണ് ഇയാൾ ആ മുറിക്കുള്ളിൽ പ്രവേശിച്ചത്. അതിനുശേഷം യുവതിയെ വാ പൊത്തിപ്പിടിച്ച് കത്തി കാട്ടി ഭീഷണിപ്പെടുത്തുകയായിരുന്നു. പിന്നീടാണ് പീഡനശ്രമം ഉണ്ടായത്. അതിനുശേഷം ഇയാൾ അവിടെ നിന്ന് പോവുകയായിരുന്നു. പ്രതിയെപ്പറ്റി യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. രാവിലെ 7 മണിയോടെ യുവതി കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. തുടർന്ന് പോലീസ് അന്വേഷിച്ചെങ്കിലും ആരാണ് പ്രതി എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഈ യുവതി താമസിക്കുന്ന ഹോസ്റ്റൽ CCTV ഉണ്ടായിരുന്നില്ല. പിന്നീട് സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണർ P. അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ കഴക്കൂട്ടം, തുമ്പ, പേരൂർക്കട സ്റ്റേഷനുകളിലെ ഇൻസ്പെക്ടർമാരെയും ഒപ്പം തന്നെ സിറ്റി ഡാൻസ് സ്റ്റാഫിനെയും ചേർത്ത് ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിക്കുകയായിരുന്നു. ഇവരാണ് ഏതാണ്ട് 200ഓളം CCTV ദൃശ്യങ്ങൾ ഒക്കെ പരിശോധിച്ച് ഒരു വാഹനം ഐഡന്റിഫൈ ചെയ്ത് ആ വാഹനത്തിന്റെ പിന്നാലെ പോയാണ് പ്രതിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇയാളെ മുഖം മറച്ചാണ് കഴക്കൂട്ടത്തേക്ക് എത്തിയത്. കാരണം പ്രതിയുടെ ഐഡന്റിഫിക്കേഷൻ പരേഡ് അടക്കം നടത്താനുണ്ട്. ഈ പീഡനത്തിനിരയായ യുവതിയാണ് ഇനി അതിൽ ഐഡന്റിഫിക്കേഷനിൽ പങ്കെടുക്കേണ്ടത്. അതുകൊണ്ട് ഇയാളുടെ മുഖം ഒക്കെ പുറത്തു വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. മാത്രമല്ല പ്രതിയുടെ പേരുവിവരങ്ങളും പുറത്തുവിട്ടിട്ടില്ല. തമിഴ്നാട് മധുര സ്വദേശിയാണ്. ഇയാൾ സ്ഥിരമായി തിരുവനന്തപുരത്ത് ഈ ലോറിയുമായി വന്നു പോകുന്നയാളാണെന്നും വ്യക്തമായിട്ടുണ്ട്. ഇയാളുടെ പശ്ചാത്തലം, ഇയാൾക്ക് മറ്റ് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടോ എന്നുള്ള കാര്യവും പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഇയാൾ ചെയ്തിരിക്കുന്ന പ്രവൃത്തി വെച്ചിട്ട് ഇയാൾ ഒരു കൊടും ക്രിമിനലാണ് എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയാം. കാരണം ഒരു സ്ത്രീകൾ താമസിക്കുന്ന ഒരു സ്ഥലത്തേക്ക് കടന്നു ചെല്ലുകയും ഒരു സ്ത്രീയെ ഉപദ്രവിക്കുകയുമാണ് ഇയാൾ ചെയ്തത്. ഒരു പക്ഷേ ഇതുപോലെ മുൻപും ഇയാൾ സമാനമായ രീതിയിൽ കൃത്യം ചെയ്തിട്ടുണ്ടാകാം എന്നാണ് പോലീസ് അനുമാനിക്കുന്നത്. മാത്രമല്ല ഇയാൾ പോലീസ് പിടിക്കും വരെ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലായിരുന്നു എന്നാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് പറയുന്നത്. അനശ്വര.